തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് 6 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് സമ്പൂർണ്ണ പുനഃസംഘടന, അതാണ് KPCC ലക്ഷ്യം വെച്ചത്. സമ്പൂർണ്ണ പുനഃസംഘടന, അടിമുതൽ മുടി വരെ മാറണം. പുതിയ കോൺഗ്രസ്, പുതിയ രീതിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്, അതിലൂടെ മാത്രമേ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടതും കണക്ക് കൂട്ടിയതും. അതിനാവശ്യമായ പഠനം കോൺഗ്രസ് നടത്തിയിരുന്നു, AICC നടത്തിയിരുന്നു. സുനിൽ കനോഗുലുവിനെയാണ് അതിനുവേണ്ടി നിയോഗിച്ചത്. അദ്ദേഹം നടത്തിയ പഠനത്തിലും എളുപ്പമല്ല 2026 കടമ്പ കടക്കുക എന്നത്. 82 സീറ്റിൽ ഇന്നത്തെ സാഹചര്യത്തിൽ LDF ജയിക്കും എന്ന റിപ്പോർട്ടാണ് നൽകിയത്. അത് മാറണമെങ്കിൽ കോൺഗ്രസിൽ അടിമുടി മാറ്റം വരണം. അതിന് തുടക്കമാണ് KPCC പ്രസിഡന്റിനെ മാറ്റിയത്, KPCC ഭാരവാഹികളെ മാറ്റിയത്. ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരാളെ KPCC പ്രസിഡന്റാക്കണം എന്ന സുനിൽ കനോഗുലുവിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് K സുധാകരനെ KPCC ഓഫീസിലെ പ്രസിഡന്റ് കസേരയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടത്. പക്ഷെ K സുധാകരൻ അടങ്ങിയിരിക്കുന്നുണ്ടോ? അടങ്ങിയിരിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതിയുടെയും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. യോഗത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂ, മനോരമ ന്യൂസിന് നൽകിയ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 82,000 CUCകൾ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ പ്രവർത്തകരുണ്ട്. അവരെല്ലാം കൂട്ടിച്ചേർത്ത് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇലക്ഷനെ നേരിടും, പിണറായിയെ താഴെ ഇറക്കും. അത് അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, പിണറായിയെ താഴെ ഇറക്കും എന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, 82,000 CUCകളെ കോർത്തിണക്കി ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇലക്ഷനെ നേരിടും എന്ന് അദ്ദേഹം പറഞ്ഞത് ചെറിയ കാര്യമല്ല, കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ്. അത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിരിക്കും, അതിൽ വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു നിലപാടെടുത്തു. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും KPCC ഭാരവാഹികളുടെ യോഗത്തിലും. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വന്നതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് എന്നോർക്കണം. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ട, DCC പ്രസിഡന്റുമാരെ മുഴുവൻ മാറ്റേണ്ടതില്ല, ഞാൻ നിയമിച്ച ഒരാളെയും മാറ്റേണ്ട, അതിന്റെ ആവശ്യവുമില്ല, അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം 1-2 സ്ഥലത്ത് വല്ല മാറ്റവും വേണമെങ്കിൽ അത് നടത്തിക്കൊള്ളൂ, സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ട. അതോടൊപ്പം KPCC ഭാരവാഹിക പട്ടികയിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. എന്തിനാണ് ജനറൽ സെക്രട്ടറിമാരെയും മാറ്റുന്നത്? അവർ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവരെ അതുപോലെ തന്നെ തുടരാൻ അനുവദിക്കണം. ഒഴിവുണ്ടെങ്കിൽ നികത്തിക്കോളൂ, അതല്ലാതെ സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ട, അത് ഞാൻ അനുവദിക്കില്ല എന്ന് യോഗത്തിൽ വെട്ടിത്തുറന്നു പറഞ്ഞു K സുധാകരൻ. അതോടുകൂടി പുനഃസംഘടനാ ചർച്ച അവസാനിക്കുകയും ചെയ്തു. K സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് K മുരളീധരൻ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരാളെയും മാറ്റി നിർത്തരുത്, ശശി തരൂരിന് അടക്കമുള്ളവരെ മാറ്റി നിർത്തരുത്, കൂടെ കൊണ്ടുവരണം. കേരളത്തിലെ കോൺഗ്രസോടൊപ്പം ശശി തരൂരിനെ നിർത്തണം. വലിയ ലക്ഷ്യമുണ്ട് സുധാകരന്റെയും K മുരളീധരന്റെയും മനസ്സിൽ. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് K സുധാകരന്റെ മനസ്സിൽ, ഉത്തരമുണ്ട് K മുരളീധരന്റെ മനസ്സിൽ. അത് ശശി തരൂരാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് K മുരളീധരൻ. ശശി തരൂരിനെ കോൺഗ്രസിനോടൊപ്പം, കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞതിലൂടെ 2 കാര്യങ്ങളാണ് യോഗത്തെ തുടർന്ന് വ്യക്തമായത്. ഒന്ന്, പുനഃസംഘടന ഇല്ല എന്ന് വെച്ചാൽ സമ്പൂർണ്ണ പുനഃസംഘടന ഇല്ല, 1-2 മാറ്റങ്ങൾ അവിടെ ഇവിടെ നടത്തിയാൽ മതി. ഇതാണ് ഒന്നാമത്തെ തീരുമാനം. സമ്പൂർണ്ണ പുനഃസംഘടന നടത്തിയാൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. പുതിയ പ്രസിഡന്റുമാർ വരണം. വർക്കിംഗ് പ്രസിഡന്റുമാർ താരതമ്യേന യുവ നേതാക്കളാണ്. അവർക്ക് കീഴെ പ്രവർത്തിക്കാൻ മുതിർന്ന നേതാക്കൾ തയ്യാറല്ല. എന്ന് വെച്ചാൽ ഇന്നത്തെ നിലയിൽ KPCCയുടെ സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് പോയാൽ പ്രധാന സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ നേതാക്കളില്ലാത്ത അവസ്ഥ വരും. ഈ പുതുമുഖങ്ങൾക്ക് കീഴെ പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്ന് മുതിർന്ന നേതാക്കൾ പ്രഖ്യാപിക്കും. അതോടുകൂടി കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ട, സമ്പൂർണ്ണ പുനഃസംഘടന കോൺഗ്രസിന്റെ നാശത്തിലേക്കായിരിക്കും നയിക്കുക എന്നാണ് കോൺഗ്രസ് യോഗത്തിൽ വിലയിരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ശശി തരൂരിനെ മാറ്റി നിർത്തരുത്, അതാണ് രണ്ടാമത്തെ കാര്യം. ശശി തരൂരിനെ കൂടെ നിർത്തണം എന്ന K മുരളീധരന്റെയും K സുധാകരന്റെയും നിർദ്ദേശം അത് അംഗീകരിക്കേണ്ടി വരും
കോൺഗ്രസ് നേതൃത്വത്തിന്, KPCCക്ക്, അതല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ അത് മറ്റൊരു പൊട്ടിത്തെറിക്ക് ഇടയാക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏച്ചു കെട്ടി മുന്നോട്ട് പോകാം, ഒന്നും തൊടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു KPCC. അതുതന്നെയാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ ദുരന്തവും.